നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പറയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ശേഷമാണ് ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പിന്നെ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ നടത്തി, ക്യാഷ് സെയിൽസ് നടത്തി, പർച്ചേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ മണി വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മണി വർത്തുള്ള ഒരു മണി ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റയൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല, റെക്കോർഡ് ചെയ്ത ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അത് സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും നടത്തി അതിൻ്റെ റിസൾട്ട് ആർക്കാണോ അത് ആവശ്യമുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോൾ പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് in a significant manner in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പം നമ്മൾ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്തതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലേ? നമ്മളിപ്പം ക്രെഡിറ്റ് പർച്ചേസ്, ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ്, അങ്ങനെ എല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് ക്രെഡിറ്റ് സെയിൽസൊക്കെ ഒരു അക്കൗണ്ടിലേക്ക്, ക്രെഡിറ്റ് പർച്ചേസൊക്കെ വേറൊരു അക്കൗണ്ടിലേക്ക്, ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് പിന്നെ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് and interpreting the financial transactions and communicating the results thereof to the interested person. അപ്പോൾ ഇത്രയും ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അറിയാൻ അവിടുത്തെ മാനേജ്മെൻറ്റ്, ഓഫ് കോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, എംപ്ലോയീസ്, ഗവൺമെൻറ്, ജനറൽ പബ്ലിക്, കസ്റ്റമേഴ്സ്, എല്ലാവരും അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനിഷൻ എന്താണെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അതേപോലെ ഈ ഒരു മീനിങ്, അതായത് അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, ആ ഒരു മീനിങ്ങും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ ഓഫ് അക്കൗണ്ടിങ് ആണ്. കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. സെക്കൻഡ്, അക്കൗണ്ടിങ് ഈസ് എ സയൻസ്. അതായത് ആർട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്ത് വന്നാൽ മാത്രമേ അക്കൗണ്ടിങ് ആ ഒരു പ്രോസസ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഒരു ആർട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണം, അതുകൊണ്ടിട്ടാണ് അതിനെ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ സയൻസ് എന്ന് പറയുന്നത് കുറേ റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. സർട്ടൻ റൂൾസ് അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ ശരിയായിട്ട് വരുള്ളൂ, അതുകൊണ്ടിട്ട് സയൻസ്. തേർഡ്, ഇറ്റ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പേഴ്സണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ളതോ അതൊന്നുമില്ല. മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ. പിന്നെ പറയുന്നത് സമ്മറൈസിങ് ദി ക്ലാസിഫൈഡ് ഡാറ്റ. പിന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ സമ്മറൈസ്ഡ് ഡാറ്റ, നമ്മുടെ മീനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ ഓഫ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. Next, objectives of accounting or functions of accounting.
അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാം. സെക്കൻഡ്, ടു എസർട്ടൈൻ ദി ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. തേർഡ്, ടു എസർട്ടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അല്ലേ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ലാസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ്. അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റും. ഫോർത്ത്, ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഈ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത്, ടു പ്രൊട്ടക്റ്റ് ബിസിനസ് പ്രോപ്പർട്ടീസ്. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ സെൻസ് എല്ലാ വർഷവും അല്ലെങ്കിൽ സെർട്ടൻ പീരീഡിൽ നമ്മളിങ്ങനെ ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കയ്യിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഡിപ്രീസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മളത് നോക്കാതെ ഇടുമ്പോൾ അതിൽ ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സിക്സ്ത് പോയിൻറ്റ്, ടു ഫെസിലിറ്റേറ്റ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റേഷണലായിട്ടുള്ള വളരെ യുക്തിയോട് കൂടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെവൻത്ത് പോയിൻറ്റ്, ടു എസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് പ്രൈസ്. നമുക്കൊരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതിന് നമുക്ക് എത്ര സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു കൺട്രോൾ എക്സ്പെൻഡിച്ചർ. ബിസിനസ്സിന് ഏത് ഏരിയസിലാണ് കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്നതെന്ന് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ലോ. അതെ, നമ്മളിപ്പം വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് നിയമപ്രകാരം തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ലോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. 10th, ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഡ്യൂ ആൻഡ് ഡ്യൂ ഫ്രം അതേഴ്സ്. അതായത് നമുക്ക് എത്ര കൊടുക്കാനുണ്ട്, നമുക്ക് എത്ര കിട്ടാനുണ്ട്, അതായത് നമ്മുടെ ഡെറ്റേഴ്സ് നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒക്കെ വാല്യൂസ് എത്ര ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. First one, it serves as a historical record. Second, it facilitates the preparation of financial statement. അതായത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇനിയിപ്പോൾ 2-3 വർഷം അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റെക്കോർഡായിട്ട് അത് അവിടെ ഉണ്ടാവും. സെക്കൻഡ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തേർഡ്, ഇറ്റ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. ഫോർത്ത്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഡിസിഷൻസ്. ഫിഫ്ത്ത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി പെർഫോമൻസ് ഓഫ് ബിസിനസ് ഓവർ ഡിഫറെൻറ്റ് പീരീഡ്സ്. അല്ലേ, നമുക്ക് ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, മെച്ചപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂടുകയാണോ കുറയുകയാണോ ഈ കാര്യങ്ങളൊക്കെ നോക്കി നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും. സിക്സ്ത്, ഇറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അതായത് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനുള്ളൊരു സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഫോർകാസ്റ്റ് ദി ഫ്യൂച്ചർ ഫോർകാസ്റ്റ്. അതായത് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ജഡ്ജിങ് ദി എഫിഷ്യൻസി ഓഫ് ബിസിനസ്. ബിസിനസ് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഗെറ്റിംഗ് ലോൺസ്. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല പ്രോഫിറ്റബിളായിട്ട് പോകുന്നൊരു ബിസിനസ്സാണ്, നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ എളുപ്പത്തിൽ ലോൺ കിട്ടും. ഇറ്റ് ഹെൽപ്സ് ഇൻ വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല്. ഒരു ഓർഗനൈസേഷൻ എത്ര ഗുഡ് വില്ല് ഉണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ പ്രോഫിറ്റും എഫിഷ്യൻസിയും ഒക്കെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ സെയിൽ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഗുഡ് വില്ല് വരുന്നത്.
നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എന്തെങ്കിലും ഇറേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക. അതായത് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലും മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ്, അതായത് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ഈ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോഴാണ്.